അസ്സലാമു അലൈക്കും. ഒരുപാട് പേർ പറയുന്നത് കേൾക്കാം, ഞാനും ഫ്രണ്ടും തമ്മിൽ വഴക്കിലാണ്. ഇപ്പോൾ പഴയതുപോലെയൊന്നും സംസാരിക്കാറില്ല. ഞാനും അയൽവാസിയും തമ്മിൽ മിണ്ടാറില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരൊത്തൊരുമയില്ല. എപ്പോഴും വഴക്കാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇതുപോലെ ആര് തമ്മിലുള്ള വഴക്കാണെങ്കിലും, ഇനി ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും, ഉമ്മ ഉപ്പ മക്കൾ തമ്മിലാണെങ്കിലും, ഇനി സഹോദരങ്ങൾക്കിടയിലാണെങ്കിലും, അയൽവാസികൾക്കിടയിലാണെങ്കിലും, ഭാര്യ ഭർത്താവ് തമ്മിലാണെങ്കിലും, നിങ്ങൾക്കിടയിലുള്ള വെറുപ്പും ദേഷ്യവും പിണക്കവും മാറ്റി നല്ല ഒത്തൊരുമയോടെയും സ്നേഹത്തോടെയും ഇരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ 2 ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പൊതുവെ എല്ലാവരും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കും. പിന്നെ ദേഷ്യമൊക്കെ മാറി തണുക്കുമ്പോഴാണ് ആലോചിക്കുന്നത് ഒന്നും വേണ്ടായിരുന്നുവെന്ന്. അപ്പോഴേക്കും 2 ബന്ധങ്ങളും 2 വഴിക്കായിട്ടുണ്ടാകും. പിന്നെ ആ ആളോട് പോയി മിണ്ടാനുള്ള മടിയും അഭിമാന പ്രശ്നവുമോർത്ത് ആ ബന്ധം തുടരാൻ ആഗ്രഹമുണ്ടെങ്കിലും അതങ്ങ് ഒഴിവാക്കും. ബന്ധങ്ങൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കാനുള്ള ഇസ്മ എല്ലാവർക്കും അറിയാം. പലരും അത് പതിവാക്കാറുണ്ട്. യാ വദൂദു യാ അല്ലാ, ഏറ്റവും സ്നേഹനിധിയായവൻ എന്നാണ് അർത്ഥം. ഈ ഇസ്മ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ബന്ധുക്കൾക്കിടയിലുമുള്ള സ്നേഹം കിട്ടാൻ മാത്രമല്ല, നമുക്ക് ഏത് കാര്യത്തിനോടും ഇഷ്ടം കിട്ടാനും ഈ ഇസ്മ ചൊല്ലാം. നമുക്ക് നിസ്കരിക്കാൻ ഇഷ്ടം കൂട്ടാനും, ഖുർആൻ ഓതാൻ ഇഷ്ടം കൂട്ടാനും, തഹജ്ജുദ് നിസ്കരിക്കാൻ ഇഷ്ടം കൂട്ടാനും, പഠിക്കാൻ ഇഷ്ടം കൂട്ടാനും, ജോലിയോടുള്ള ഇഷ്ടം കൂട്ടാനും, അങ്ങനെ ഏത് കാര്യത്തിനോടും ഇഷ്ടം കൂട്ടാൻ ഈ ഇസ്മ ചൊല്ലാം. ഇനി അടുത്തത്, ഈ പ്രപഞ്ചത്തിലെ ഏത് കാര്യമാണെങ്കിലും എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. നമ്മുടെ ബന്ധങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുള്ളവൻ അള്ളാഹു മാത്രമാണ്. യാ ജാമിഉ യാ അല്ലാ, എല്ലാം ഒരുമിച്ച് കൂട്ടുന്നവൻ. ഈ നാമം അധികരിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ബന്ധവും ഉടനെ തന്നെ പഴയതിൽ നിന്നും കൂടുതൽ സ്നേഹത്തിൽ ഒന്നിക്കും. നമ്മുടെ ബന്ധങ്ങൾ ഒന്നിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓരോ ആവശ്യമനുസരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. അതായത് നമുക്ക് എല്ലാ അറിവുകളും ഒന്നിച്ച് ലഭിക്കാനും, എല്ലാ സൽ സ്വഭാവങ്ങളും ഒന്നിച്ച് ലഭിക്കാനും, എല്ലാ നന്മകളും ഒന്നിച്ച് ലഭിക്കാനും, അങ്ങനെ ഏത് കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് ലഭിക്കാനും ഈ ഇസ്മ ചൊല്ലിയാൽ മതി. ഇനി കുടുംബങ്ങൾക്കിടയിൽ പിണക്കമില്ലെങ്കിലും മരണം വരെ ഒന്നിച്ചു നിർത്താനും സ്നേഹത്തോടെ ഇരിക്കാനും ഈ നാമങ്ങൾ പതിവാക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, ഹൈറായ രീതിയിലുള്ള ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രം ചൊല്ലുക. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമങ്ങൾ കൊണ്ട് എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ നൽകുമെന്ന്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു താല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.